കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആദരമൊരുക്കി സാംസ്കാരിക സന്ധ്യ. പിണറായി വിജയൻ ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷയാണെന്നാണ് സാംസ്കാരിക സന്ധ്യ ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര നടൻ പ്രകാശ് രാജ് പറഞ്ഞത്. തനിക്ക് വോട്ട് ധർമ്മടത്തായിരുന്നെങ്കിൽ പിണറായിക്കായിരിക്കും തന്റെ വോട്ടെന്ന് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന ടി പത്മനാഭൻ പറഞ്ഞു. വേടന്റെ സംഗീത പ്രകടനവും റിമ കല്ലിങ്കലിന്റെ ഡാൻസും ഔസേപ്പ് ബച്ചന്റെ പാട്ടും എല്ലാം കൂടി പരിപാടി തകർപ്പനാക്കിയെന്നാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരം. നവകേരളം വിജയഗാഥ ഇതായിരുന്നു ധർമ്മടം മണ്ഡലത്തിലെ മമ്പറത്ത് നടന്ന സാംസ്കാരിക സന്ധ്യ. മുഖ്യമന്ത്രി പിണറായി വിജയന് സാംസ്കാരിക കേരളത്തിൻ്റെ ആദരമെന്ന നിലയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നടൻ പ്രകാശ് രാജ് സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രകാശ് രാജിൻ്റെ പ്രസംഗം രാഷ്ട്രീയം തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചു തുടങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യക്കു തന്നെ പ്രതീക്ഷയാണെന്നും അത് തുടരണമെന്നും പ്രകാശ് രാജ് പറഞ്ഞു. We need leaders for the next few years who will fight this communal center. And I am here because of Pinarayan sir, who has been a hope for South India for the last 10 years. ചടങ്ങിൽ മുഖ്യാതിഥിയായ ടി പത്മനാഭൻ തൻ്റെ ചികിത്സയുടെ കാര്യങ്ങളിൽ പിണറായി വിജയൻ കാണിച്ച കരുതലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ധർമ്മടത്തായിരുന്നു വോട്ടെങ്കിൽ തൻ്റെ വോട്ട് പിണറായിക്കു തന്നെയെന്ന് പറഞ്ഞാണ് ടി പത്മനാഭൻ അവസാനിപ്പിച്ചത്. ഡോക്ടർമാരുടെ സ്നേഹപൂർണമായ പരിചരണം, ശ്രീ പിണറായിയുടെ ഇടപെടൽ, ഇതൊക്കെ കൊണ്ട് ഞാൻ മരണത്തിൻ്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെട്ടു. എനിക്ക് ഇവിടെയാണ് സമ്മതിദാനമെങ്കിൽ അത് തീർച്ചയായും ശ്രീ പിണറായി വിജയനായിരിക്കും. എന്നാൽ ചടങ്ങിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല, വോട്ടും അഭ്യർത്ഥിച്ചില്ല. രണ്ടുവരിയിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞ് പ്രസംഗം നിർത്തി. ഇവിടെ സംസാരിച്ചവരും സംസാരിക്കാത്തവരും എല്ലാം പ്രകടിപ്പിച്ച നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കലാസാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് ചടങ്ങിലെത്തിയത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഔസേപ്പച്ചൻ, റീമ കല്ലിങ്കൽ, നടൻ മധുപാൽ, കുക്കു പരമേശ്വരൻ, മുരുകൻ കാട്ടക്കട, അങ്ങനെ നീളുന്നു ആ പട്ടിക. പാട്ടും മാട്ടവുമൊക്കെയായി നാടാകെ ആഘോഷരാവിലേക്ക് മാറുകയായിരുന്നു വിജയഗാഥയിലൂടെ. കാലമേ നാം നടന്ന ദൂരമേ 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.